ഹലോ, നമസ്കാരം. വീഡിയോയിലേക്ക് വിശദമായി കടക്കും മുമ്പ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാം. ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നൊന്നും അറിയില്ല, എന്നാൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. ഇപ്പോഴെങ്കിലും ഉണ്ടായില്ലെങ്കിൽ പിന്നീട് അങ്ങോട്ട് പൊക്കിൾക്കൊടി ബന്ധുക്കാർ കൊരവള്ളി മാന്തി പൊളിക്കുന്നത് കാണേണ്ടി വരും. എല്ലാ ബ്രേക്കിംഗ് ന്യൂസും സത്യമാവണമെന്നോ അല്ലെങ്കിൽ മുഖവിലക്കെടുക്കാറോ ഇല്ല. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യമാവണമെന്നും ഇത് പറയണമെന്നും തോന്നി. ഈ തൻപ്രമാണിത്വവും വല്യേട്ടൻ മനോഭാവവും ഇനി വകവെച്ച് കൊടുക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരിൽ ഒരാളായതിനാൽ. ഈ പോസ്റ്റ് എഴുതിയത് അഡ്വക്കേറ്റ് സജലാണ്. അദ്ദേഹം MSFന്റെ, അതായത് മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി സംഘടനയുടെ ദേശീയ സെക്രട്ടറിയാണ്. എന്ത് കാര്യമാണ് സജൽ ഇങ്ങനെ സത്യമാവണമെന്ന് ആഗ്രഹിക്കുന്നത്, ഇത് പറയണമെന്ന് ആഗ്രഹിക്കുന്നത്? സംഭവം മലപ്പുറത്ത് ഇന്നലെ നടന്ന ലീഗ് നേതൃയോഗത്തിലെ ചില വിമർശനങ്ങളാണ്. പ്രതിപക്ഷ നേതാവിനെതിരെ അതിരൂക്ഷ വിമർശനങ്ങൾ ഉണ്ടായതിനെയാണ് സജൽ സൂചിപ്പിക്കുന്നത്. UDFൽ ലീഗ് ഒരു കാലത്തും ഇല്ലാത്ത അവഗണന നേരിടുന്നു. VD സതീശന് ഏകാധിപത്യ പ്രവണതയാണ്. ഇങ്ങനെ പോയാൽ പാർട്ടിക്ക് വേറെ വഴി നോക്കേണ്ടി വരും. PV അൻവർ വിഷയം നീട്ടിക്കൊണ്ടുപോയി വഷളാക്കി. ലീഗ് ഇടപെട്ടാൽ ഒരു പ്രശ്നം തീരുമെന്ന വിശ്വാസ്യത സതീശൻ അൻവർ വിഷയത്തോടെ തകർത്ത് കളഞ്ഞു. സതീശൻ അനാവശ്യ വാശി കാണിച്ചു. അൻവറിനെ കാണാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പോയത് ശരിയായില്ല. ഇങ്ങനെയുള്ള ഇത്തരം കടുത്ത വിമർശനം ഉന്നയിച്ചത് KM ഷാജിയും MK മുനീറുമാണ് എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. മാത്രമല്ല, കുഞ്ഞാലിക്കുട്ടി ഈ വിമർശനങ്ങളെ ശരിവെക്കുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെ ലീഗ് ഉയർത്തുന്ന കടുത്ത വിമർശനം രാഷ്ട്രീയമായി നമുക്കറിയാം വളരെയേറെ പ്രധാനപ്പെട്ടതാണ്. ലീഗ് പ്രവർത്തകരുടെ വികാരത്തിന്റെ കൂടി പ്രതിഫലനം നേതാക്കളുടെ വിമർശനത്തിന് പിന്നിലുണ്ടെന്നാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുക. മാത്രമല്ല, നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ലീഗ് നേതാക്കൾ കടുത്ത കൺഫ്യൂഷനിലാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിലേക്ക് വിശദമായി കടക്കുന്നതിന്റെ ആദ്യപടിയായി നിലമ്പൂരിലെ CPM സ്ഥാനാർത്ഥി M സ്വരാജ് പല വിഷയങ്ങളിലായി ഫേസ്ബുക്കിൽ കുറിച്ച ചില നിലപാടുകൾ നമുക്ക് പരിശോധിക്കാം. വർത്തമാനകാല ഇന്ത്യയിൽ മറിച്ചൊരു വിധി ഉണ്ടാകുമെന്ന് നിഷ്കളങ്കരെ നിങ്ങൾ ഇപ്പോഴും പ്രതീക്ഷിച്ചിരുന്നുവോ? 2019 അയോധ്യ വിധി വന്നപ്പോൾ സ്വരാജ് ഫേസ്ബുക്കിൽ കുറിച്ച വാചകങ്ങളാണ് ഇത്. മറ്റൊന്ന്, വിശ്വാസികളുടെ ശ്രീരാമൻ അപഹരിക്കപ്പെട്ടു. രാഷ്ട്രപിതാവിന്റെ പ്രാണനെടുത്ത ഗോഡ്സെ രാമനെയും അപഹരിച്ചു. ഇന്നലെ ദൈവമായിരുന്ന ശ്രീരാമനെ അവർ ഇന്നൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയം മാത്രമാക്കി മാറ്റി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി BJP ശ്രീരാമനെയും രാമക്ഷേത്രവും വിഷയമാക്കിയപ്പോൾ സ്വരാജ് കുറിച്ചതാണ് ഈ വാക്കുകൾ. ഇനി മറ്റൊരു നിലപാട് പരിശോധിക്കാം. അത് പലസ്തീനെ കുറിച്ചുള്ളതാണ്. ഉറപ്പിച്ചു പറയാം, ഇസ്രയേലിനെയും പലസ്തീനെയും ഇരുവശത്തായി നിർത്തി നിഷ്പക്ഷ വിശകലനം തുടങ്ങുന്ന നിമിഷം തന്നെ കൊടിയ അനീതി നടന്നു കഴിഞ്ഞു. പലസ്തീനികൾ എന്ത് തന്നെ ചെയ്തിട്ടുണ്ടെങ്കിലും അവർ നിരപരാധികളാണ്. അതെന്ത് തന്നെ ആയാലും. നുണ രാജ്യം ഭരിക്കുമ്പോൾ സത്യം സെൻസർ ചെയ്യപ്പെടും. എമ്പുരാൻ സിനിമയുടെ സെൻസറിങ്ങുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലായി സ്വരാജ് നടത്തിയ ശ്രദ്ധേയമായ പ്രതികരണമായിരുന്നു ഇത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ സ്വരാജ് ഇങ്ങനെ പലപ്പോഴായി എഴുതിയ, പ്രസംഗങ്ങളിൽ വ്യക്തമാക്കിയ മുസ്ലിം ജനസമൂഹത്തിന് ധൈര്യം പകരുന്ന നിലപാടുകൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. സോഷ്യൽ മീഡിയകളിൽ വ്യാപകമായി പ്രചരിക്കപ്പെടുന്നുണ്ട്. ലീഗ് നേതാവ് ഷാഫി ചാലിയം കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിലിരുന്ന് പറഞ്ഞത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കാണും. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: രാഷ്ട്രീയത്തിന് അപ്പുറം നമുക്ക് പല വ്യക്തിത്വത്തിനോട് ബഹുമാനം തോന്നാറുണ്ട്. അവരുടെ ചില സ്റ്റാൻസ് കാണുമ്പോഴാണ് നമുക്ക് അങ്ങനെ തോന്നാറ്. അത്തരത്തിൽ വ്യക്തിപരമായി ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന നേതാവാണ് M സ്വരാജ്. ഇത് പറയാൻ എനിക്ക് മടിയൊന്നുമില്ല. പല ഘട്ടങ്ങളിലായുള്ള അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ, അഗാധമായ പരന്ന വായന, അദ്ദേഹത്തിന്റെ അറിവുകൾ, അദ്ദേഹത്തിന്റെ ഡിബേറ്റുകൾ, അത് നമുക്കെതിരെയുള്ളതാണെങ്കിലും ആസ്വദിച്ച് കേൾക്കാറുള്ള വ്യക്തിയാണ് ഞാൻ. P ഗോവിന്ദപിള്ളയ്ക്ക് ശേഷം ഇത്രയധികം പുസ്തകം വായിക്കുന്ന, ഇത്രയധികം വിഷയങ്ങളെ നിഗൂഹണം ചെയ്യുന്ന മറ്റൊരു നേതാവ് ഉണ്ടെന്ന് തോന്നുന്നില്ല. സ്വരാജിനെ കുറിച്ചാണ് ചാനൽ അവതാരകനെ പോലും ഞെട്ടിച്ചുകൊണ്ട് ലീഗ് നേതാവ് ഷാഫി ചാലിയം ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയത്. ചാനൽ അവതാരകനായ ഹഷ്മി ഇടപെട്ടപ്പോഴാണ് ഷാഫി UDF ട്രാക്കിലേക്ക് തിരിച്ചു വന്നത് തന്നെ. ഷാഫി ചാലിയത്തിലൂടെ പുറത്തു വന്നത് ലീഗ് നേതാക്കന്മാരുടെ മനസ്സിലുള്ള വലിയൊരു കൺഫ്യൂഷന്റെ സൂചനയാണ്. സ്വരാജ് മുസ്ലിം സമൂഹം ഏറെ ആശങ്കയോടെ കാണുന്ന, അല്ലെങ്കിൽ അവരെ അസ്വസ്ഥപ്പെടുത്തുന്ന കാര്യങ്ങളിൽ സ്വീകരിച്ച കൃത്യമായ നിലപാടുകൾ തന്നെയാണ് ലീഗ് നേതാക്കളുടെ ഈ കൺഫ്യൂഷന്റെ കാരണം. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, മുസ്ലിം സമൂഹത്തിനിടയിലുള്ള സ്വരാജിന്റെ സ്വീകാര്യത.
ഇന്ത്യയുടെ സമീപകാല രാഷ്ട്രീയ പരിസരത്ത് പ്രതികരിക്കാൻ പലരും പേടിച്ച വിഷയങ്ങളിൽ പോലും നേരത്തെ പറഞ്ഞതുപോലെ കൃത്യവും സുവ്യക്തവുമായ നിലപാട് പറഞ്ഞതിലൂടെ ഒരു മതേതര രാഷ്ട്രീയ നേതാവിന്റെ ധർമ്മം നിർവഹിച്ചതിലൂടെ രൂപപ്പെട്ട സ്വീകാര്യത, അല്ലെങ്കിൽ സ്നേഹമെന്നും നമുക്ക് അതിനെ വിളിക്കാം. അത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി സ്വരാജ് പറഞ്ഞതുമല്ല. ലീഗ് നേതാക്കളിൽ പലർക്കും സ്വരാജിന്റെ ഈ ആശയ വ്യക്തത ഇഷ്ടമാണ്. സ്വരാജിന്റെ ഭാഷയും ഭാഷാ പ്രയോഗങ്ങളും ഇഷ്ടമാണ്. നിലമ്പൂരുകാരനായ PV അബ്ദുൽ വഹാബൊക്കെ കഴിഞ്ഞ ദിവസവും അത് തുറന്നു പറയുന്നത് നമ്മൾ കേൾക്കുകയും ചെയ്തു. മാത്രമല്ല, റോഡ് ഷോയുമായി ബന്ധപ്പെട്ട് പോയ സ്വരാജിനെ കാറിലിരുന്ന് വഹാബ് കൈവീശി കാണിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇനി ലീഗ് നേതാക്കന്മാരുടെയും പ്രവർത്തകരുടെയും വ്യൂ പോയിന്റിൽ നിന്നുകൊണ്ട് ആര്യാടൻ ഷൗക്കത്തിനെ നമ്മൾ നോക്കിക്കാണണം. കോൺഗ്രസിന്റെ അതികായനായ ആര്യാടൻ മുഹമ്മദിന്റെ മകൻ, ലീഗുമായി കുടിപ്പക തന്നെ സൂക്ഷിച്ചിരുന്ന ആര്യാടന്റെ മകൻ എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ വ്യക്തത. പാണക്കാട് കുടുംബത്തെയും മറ്റും വ്യക്തിപരമായി ആക്രമിച്ച ഒരേ ഒരു കോൺഗ്രസ് നേതാവ് കൂടിയാണ് ലീഗിനെ സംബന്ധിച്ച് ആര്യാടൻ മുഹമ്മദ്. മലപ്പുറത്ത് ലീഗുമായി പോരടിച്ച് നിന്നാണ് കോൺഗ്രസിനെ ആര്യാടൻ മുഹമ്മദ് വളർത്തിയത്. ലീഗിന്റെ അപ്രമാദിത്വം ഒരു ഘട്ടത്തിലും വകവച്ചു കൊടുക്കാൻ ആര്യാടൻ തയ്യാറായിരുന്നില്ല. പാണക്കാട് തങ്ങന്മാരെ ആത്മീയ നേതാവായും അദ്ദേഹം അംഗീകരിച്ചിരുന്നില്ല. ആത്മീയ വാണിഭക്കാരായ പാണക്കാട്ടെ തങ്ങന്മാരെ പിടിച്ച് ജയിലിൽ ഇടണമെന്ന് ആര്യാടൻ പറഞ്ഞിട്ടുമുണ്ട്. തന്റെ നേതാവ് സോണിയാഗാന്ധിയാണെന്നും ഷിഹാബ് തങ്ങളല്ലെന്നും രാഷ്ട്രീയ നേതാവായ ഷിഹാബ് തങ്ങൾ വിമർശനത്തിന് അതീതനല്ല എന്നും ആര്യാടൻ തുറന്നടിച്ച കാലവുമുണ്ട്. കോൺഗ്രസ് ചിട്ടയോടെ ഒന്നിച്ചു പ്രവർത്തിച്ചാൽ ലീഗ് കോൺഗ്രസിന്റെ പിന്നാലെ വരുമെന്ന് DCC നേതൃയോഗത്തിൽ ആര്യാടൻ പ്രസംഗിച്ചതും ലീഗിനെ പ്രകോപിപ്പിച്ചിരുന്നു. ലീഗ് നേതാവ് ET മുഹമ്മദ് ബഷീർ വർഗീയവാദിയാണെന്നും ലീഗ് ജനറൽ സെക്രട്ടറി ആയിരുന്ന KPA മജീദിന്റെ തിട്ടൂരം തന്നോട് വേണ്ട എന്നും പൊതുമധ്യത്തിൽ തുറന്നു പറഞ്ഞ നേതാവ് കൂടിയാണ് ആര്യാടൻ മുഹമ്മദ്. അങ്ങനെ മിക്കപ്പോഴും ലീഗുമായി ആര്യാടൻ കൊമ്പുകോർത്താണ് വന്നത്. പലപ്പോഴും തെരഞ്ഞെടുപ്പ് കാലത്ത് ഉമ്മൻചാണ്ടിയാണ് ലീഗും ആര്യാടനുമായുള്ള ഈ തർക്കങ്ങൾ പറഞ്ഞു തീർത്തിരുന്നത് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോഴും നിലമ്പൂരിലെ ലീഗിന്റെ വോട്ടുകൾ പൂർണ്ണമായും ആര്യാടൻ മുഹമ്മദിന് കിട്ടിയിട്ടില്ല എന്നാണ് വിലയിരുത്തൽ. ലീഗിനോടുള്ള സമീപനത്തിൽ പിതാവിന്റെ പാത തന്നെയാണ് നമുക്കറിയാം ആര്യാടൻ ഷൗക്കത്തിനും ഉണ്ടായിരുന്നത്. അത് പല വേദികളിലും ഷൗക്കത്ത് തുറന്നടിച്ചിട്ടുമുണ്ട്. കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ പാണക്കാട് തങ്ങന്മാരെ കണ്ട് അനുഗ്രഹം വാങ്ങേണ്ട കാര്യമെന്തെന്ന് ചോദിച്ച ആളാണ് ഷൗക്കത്ത്. അത് പക്ഷെ പണ്ടാണ്. പക്ഷെ ഇത്തവണ അദ്ദേഹം പാണക്കാട് പോയി അനുഗ്രഹം തേടിയിട്ടുണ്ട്. അത് നിലനിൽപ്പിന്റെ പ്രശ്നമാണ്, പുതിയ ഇമേജ് ബിൽഡിങ്ങിനുള്ള ശ്രമമാണ്. ഷൗക്കത്ത് 2016 മത്സരിച്ചപ്പോൾ പാലം വലിച്ചവരുടെ കൂട്ടത്തിൽ ലീഗും ഉണ്ടായിരുന്നു എന്നാണ് വിലയിരുത്തൽ. അങ്ങനെയൊന്നും ആര്യാടൻ കുടുംബത്തോടുള്ള നിലപാട് ലീഗ് നേതാക്കൾക്കും അണികൾക്കും മാറ്റാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് പാണക്കാട് തങ്ങന്മാരെ പറഞ്ഞത് ലീഗിന് ഉണങ്ങാത്ത മുറിവുമാണ്. മാത്രമല്ല, നേരത്തെ സ്വരാജ് പ്രതികരിച്ച വിഷയങ്ങളിൽ ഒന്നിൽ പോലും ആർജവത്തോടെ പ്രതികരിക്കാനോ ഫേസ്ബുക്ക് കുറിപ്പെങ്കിലും ഇടാനോ തയ്യാറാകാത്ത നേതാവ് കൂടിയാണ് ആര്യാടൻ ഷൗക്കത്ത്. ഇതെല്ലാം ലീഗ് നേതാക്കളെ ഇരുത്തി ചിന്തിപ്പിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ആര്യാടൻ ഷൗക്കത്തിന് വോട്ട് ചെയ്യാൻ നേതാക്കൾ പറഞ്ഞാലും അണികളും അനുഭാവികളും ചെയ്യാത്ത അവസ്ഥ ഉണ്ട് എന്നാണ് ഒരു പ്രമുഖ ലീഗ് നേതാവ് സ്വകാര്യമായി പറഞ്ഞത്. ഇതിനിടയ്ക്കാണ് സതീശനെതിരെ ലീഗ് ഉയർത്തുന്ന വിമർശനങ്ങൾ കൂടി വരുന്നത്. PV അൻവർ വിഷയം തന്നെയാണ് ലീഗിനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിട്ടും സതീശൻ അൻവറുമായുള്ള പ്രശ്നം പരിഹരിക്കാതെ നീട്ടിക്കൊണ്ടുപോയി. അൻവറിനെ പ്രകോപിപ്പിച്ചുകൊണ്ടേയിരുന്നു. അൻവറിന് സ്വന്തം നിലയിൽ 10,000 വോട്ടുണ്ടെന്നാണ് ലീഗിന്റെ വിലയിരുത്തൽ. അത് LDFിൽ നിന്നുള്ള വോട്ടുകളല്ല, മറിച്ച് അൻവർ ഉയർത്തിയ ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഭരണവിരുദ്ധ വികാരമുള്ള വോട്ടുകളാണ്. അതുകൂടി ശേഖരിക്കാൻ കഴിഞ്ഞാൽ നിലമ്പൂരിലെ UDF വിജയം ഉറപ്പിക്കാമായിരുന്നു എന്നാണ് ലീഗ് നേതാക്കൾ പറയുന്നത്. അതാണ് സതീശൻ അനാവശ്യ വാശി കാണിച്ച് കളഞ്ഞു കുളിച്ചത്. അൻവറുമായി നിരന്തരം സംസാരിച്ചിരുന്നത് നമുക്കറിയാം. കുഞ്ഞാലിക്കുട്ടിയാണ് പ്രശ്നം തീരുമെന്ന് ഒട്ടേറെ തവണ കുഞ്ഞാലിക്കുട്ടി അൻവറിന് ഉറപ്പ് നൽകിയിട്ടുള്ളതുമാണ്. ഇത് അൻവർ തുറന്നു പറഞ്ഞിട്ടുള്ളതുമാണ്. UDFിലെ അസോസിയേറ്റ് അംഗം എന്ന പദവി വരെ നിർദ്ദേശിച്ചത് കുഞ്ഞാലിക്കുട്ടി ആയിരുന്നത്രേ. ഇങ്ങനെ ലീഗ് നിരന്തരം ഇടപെട്ടിട്ടും പ്രശ്നം പരിഹരിക്കപ്പെടാത്തതിൽ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾക്ക് കടുത്ത നിരാശയുണ്ട്. ചെന്നിത്തലയോടും K മുരളീധരനോടും ഇക്കാര്യം കുഞ്ഞാലിക്കുട്ടി സൂചിപ്പിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ വിവരം കിട്ടുന്നത്. നിരാശാബോധം കുഞ്ഞാലിക്കുട്ടിയുടെ ബോഡി ലാംഗ്വേജിലും നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. എന്തായാലും അടുത്ത തിരഞ്ഞെടുപ്പിൽ UDFിനെ ഭരണത്തിൽ എത്തിക്കണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ഇനിയും ഭരണത്തിൽ നിന്ന് മാറി നിൽക്കാൻ ലീഗ് ആഗ്രഹിക്കുന്നില്ല. നിലമ്പൂരിൽ തോറ്റാൽ പിണറായിയുടെ 3ാം ഊഴം സംഭവിക്കുമെന്ന്
അവർ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയം മാത്രമാണ് ലക്ഷ്യമെന്ന് ലീഗ് നേതാക്കൾ പറയുമ്പോഴും ആര്യാടൻ കുടുംബത്തിൽ നിന്നൊരാളെ പൂർണ്ണ അർത്ഥത്തിൽ പിന്തുണയ്ക്കാൻ കഴിയാത്ത സ്ഥിതി ലീഗ് നേതാക്കൾക്കുണ്ട്. അതിനിടയിലാണ് PV അൻവർ വിഷയവും VD സതീശിനോടുള്ള എതിർപ്പും ഉണ്ടായത്. ഇതെല്ലാം കൊണ്ടാണ് ലീഗ് നേതാക്കൾ കൺഫ്യൂഷനിലാണ് എന്ന് ഞാൻ നേരത്തെ വിലയിരുത്തിയത്. ആര്യാടൻ ഷൗക്കത്തിനെ പ്രഖ്യാപിച്ചപ്പോൾ ഉണ്ടായ ആ കൺഫ്യൂഷൻ സ്വരാജ് കൂടി വന്നതോടെ ഇരട്ടിക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ PV അൻവർ കൂടി മത്സരരംഗത്തേക്ക് ഇറങ്ങിയതോടെ UDF-ന് കിട്ടേണ്ടിയിരുന്ന വോട്ടുകൾ സ്പ്ലിറ്റ് ആകുമെന്ന് ലീഗ് ഉറപ്പിക്കുകയാണ്. ആര്യാടൻ വിരുദ്ധ വോട്ടുകളിൽ കുറച്ച് അൻവറിന് പോകാനുള്ള സാധ്യതയും ലീഗ് തള്ളിക്കളയുന്നില്ല. ഇതിനെല്ലാം പുറമെയാണ് നേരത്തെ പറഞ്ഞ സ്വരാജിന്റെ സ്വീകാര്യത അവിടെ നിൽക്കുന്നത്. അത് എങ്ങനെ വോട്ടിങ്ങിൽ പ്രതിഫലിക്കുമെന്ന് ഇപ്പോൾ പറയാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. ഇതിനെല്ലാം കാരണം സതീശന്റെ ഒറ്റയാൻ പോക്കും വാശിയുമാണെന്നാണ് ലീഗ് വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം സതീശൻ വിഷയം ഹൈക്കമാൻഡിന് മുന്നിലേക്ക് ലീഗ് എത്തിക്കാനുള്ള സാധ്യതയും നമുക്ക് ഈ ഘട്ടത്തിൽ തള്ളിക്കളയാൻ പറ്റില്ല. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കുറിക്കുക. നന്ദി, നമസ്കാരം.